ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ സ്മൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ ത്രില്ലർ മൂവി ഉണ്ടല്ലോ. അതിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള സ്മൈൽ 2 എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്മൈൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഭാഗം അതെന്താണ് ഈ ഒരു മൂവിയിൽ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് കറക്റ്റ് അറിയത്തില്ല, കാരണം ആ ഒരു വീഡിയോ കണ്ട് റിമൂവ് ആയി പോയി. ഓക്കെ, എന്തായാലും ആ ഒരു മൂവി ഈ ഒരു ചാനൽ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ചാനൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ എവിടെയാണോ അവസാനിച്ചത് അതിന്റെ ബാക്കിയായിട്ടാണ് ഈ ഒരു മൂവി തുടങ്ങുന്നത്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കാണണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. ഫസ്റ്റ് പാർട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് ചെറുതായിട്ടൊന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലാവും. ഒരു ഡീമൻ സ്മൈൽ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഒരു ശാപം കൊടുക്കുന്നു. ആ ഒരു ശാപം കിട്ടിയതിനു ശേഷം ആ ഒരു മനുഷ്യൻ പിന്നെ ആരെയൊക്കെ കാണുന്നു അവരെല്ലാവരും തന്നെ നോക്കി ചിരിക്കുന്നത് പോലെ, അതും വെറും ഒരു ചിരിയല്ല, വളരെ ക്രീപ്പി ആയിട്ടുള്ള ഒരു ചിരിയായിട്ടായിരിക്കും തോന്നുന്നത്. അങ്ങനെ അതിനുശേഷം ആ ഒരു ഡീമന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ അവസാനം അവർ സ്വയം മരിക്കുന്നു. അതുമല്ല, ഈ ഒരു ശാപം കിട്ടിയ ആള് മരിക്കുന്നതിന് മുന്നേ അവരുടെ മുന്നിൽ വേറൊരാളുണ്ടെങ്കിലേ ഈ ഒരു ശാപം അയാളിലേക്ക് മാറും. അത് കഴിഞ്ഞ് ആ ഒരു ശാപം അയാളായിരിക്കും വേട്ടയാടുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോയിൻ ഒരു വീടിനകത്ത് കയറിയെന്ന് അവളുടെ ശരീരത്തിൽ തീ കൊളുത്തി അവൾ സ്വയം മരിക്കുന്നതാണ്. ആ ഒരു സമയത്ത് അവളുടെ മുന്നിലുണ്ടായിരുന്നത് ഒരു പോലീസുകാരനുമാണ്. അപ്പോൾ ആ ഒരു ശാപം ഈ ഒരു പോലീസുകാരനിലേക്ക് മാറുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നാണ് ഈ ഒരു മൂവിയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് ഒരു ലൈക്കും ഇത്ര മാത്രം മതി. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലും നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ട ആ ഒരു പോലീസുകാരനാണല്ലോ, അവനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പൊ ആ ഒരു ശാപം ഈ ഒരു പോലീസുകാരന് കിട്ടിയതിനു ശേഷം 6 ദിവസങ്ങൾക്ക് ശേഷം കാണിക്കാണ് അവൻ അവന്റെ കാറിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നു. കാണിക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് മറ്റൊരു കാർ ഒരു വീടിനടുത്തേക്ക് പോകുന്നുണ്ട്. ഇത് കാണുന്നതും ഈ ഒരു പോലീസുകാരൻ മുഖത്ത് മാസ്ക് എല്ലാം ഇട്ട് ആരും അറിയാത്ത രീതിയിൽ നേരെ ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്നവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ പിടിച്ച്, ഹേയ് മര്യാദയ്ക്ക് ഞാൻ പറയുന്നവർക്ക് ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ അത്രയുള്ളെന്നും പറഞ്ഞ് ആ ഒരു തോക്കെല്ലാം വെച്ച് അവനോടൊപ്പം ആ ഒരു വീടിനകത്തേക്ക് കയറിപ്പോവാണ്. അങ്ങനെ വീട് തുറന്ന് അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് വേറൊരുത്തൻ ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു മുട്ടയായാലും പെട്ടെന്ന്, ഹേയ് ആരാ നീ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പോലീസുകാരൻ പറയും, കഴിഞ്ഞ ആഴ്ച ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നിട്ട് ഒരു പാവം കുട്ടീനെയും അവളുടെ അമ്മയും കൊന്നില്ലേ, അതിന് നല്ലൊരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു മുട്ട പറയും, ആ അതിനെന്താ, ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. അത് ചോദിക്കാൻ നീ ആരാ, നീ പോലീസുകാരനാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം, പക്ഷേ ഞാൻ കൊണ്ടുവന്ന ആ ഒരു ഗിഫ്റ്റ് അതെന്താണെന്ന് കണ്ടാൽ മതി എന്നും പറഞ്ഞിട്ട് ഇപ്പൊ അകത്തേക്ക് കൊണ്ടുവന്നില്ല ഒരുത്തൻ. അവൻ ആ ഒരു മുട്ടയുടെ സഹോദരനായിരുന്നു. പെട്ടെന്നൊരു കത്തിയെടുത്ത് അവന്റെ കഴുത്ത് അവന്റെ മുന്നിൽ വെച്ച് തന്നെ അങ്ങ് അറുക്കാണ്. ഇത് കണ്ട ആ ഒരു മുട്ടയാണെങ്കിൽ പെട്ടെന്ന് തോക്കെടുത്ത് പോലീസുകാരന്റെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. പകരം അവനെ തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു മുട്ടയുടെ ദേഹത്ത് ബുള്ളറ്റ് കൊള്ളുന്നതും ഈ ഒരു പോലീസുകാരൻ പെട്ടെന്ന് ആ ഒരു മാസ്ക് മാറ്റിയിട്ട്, ഇതിനു വേണ്ടിയിട്ടില്ല, ഞാൻ എന്റെ ശാപം നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്, നീ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നെല്ലാം പറഞ്ഞ് ആ ഒരു പോലീസുകാരൻ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ അവൻ മരിക്കാൻ കിടക്കുമ്പോൾ, ഇപ്പൊ മരിക്കരുത്, ആ ഒരു ശാപം വാങ്ങിയിട്ട് മരിക്കാൻ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പോലീസുകാരന് ആൾറെഡി ആ ഒരു ശാപം കിട്ടിയിട്ടുണ്ടല്ലോ. അതുപോലെ ഇപ്പൊ ഈ ഒരു പോലീസുകാരൻ പിടിക്കാനായിട്ട് വന്ന ഇവർ രണ്ടുപേരും ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ ഒരു പോലീസുകാരന് കിട്ടിയ ആ ഒരു ശാപം മോശക്കാരായിട്ടുള്ള ഇവർക്ക് കൊടുക്കാന്നുള്ള രീതിയിലാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ അതിലൊരുത്തൻ മരിക്കാനായിട്ട് അവസ്ഥയായതുകൊണ്ട് പോലീസുകാരനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം പോലീസുകാരൻ മരിച്ചാലേ ആ ഒരു ശവം മറ്റൊരാൾക്ക് മാറത്തുള്ളൂ. പക്ഷെ ഇവ മരിച്ചു കഴിഞ്ഞാലേ ആ ഒരു ശവം എങ്ങനെ കൈമാറാൻ കഴിയും? അങ്ങനെ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നറിയാതെ ആ ഒരു പോലീസുകാരൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് അവിടെ വേറൊരുത്ത് നിൽക്കുന്നു. അവനെ കാണുന്നത് അവൻ ചോദിക്കും, നീ ആരാന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് അവരെ എങ്ങനെയാണോ ഇഷ്ടമല്ലാത്തത് അതുപോലെ തന്നെ എനിക്കും അവരെ ഇഷ്ടമല്ല, അവർ വെച്ചിരിക്കുന്ന സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അതുകൊണ്ട് പ്ലീസ് എന്നെ ഷൂട്ട് ചെയ്യരുത് എന്നെല്ലാം പറയുമ്പോൾ ഇപ്പൊ ആ ഒരു പോലീസുകാരന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എന്നിട്ട് ഇവനെ നോക്കിയിട്ടാണ് പറയുന്നത്, ഓക്കെ ആ ഒരു ശവം ഒരിക്കലും നിനക്ക് തരാനുള്ളതല്ല, ആ ഒരു ശവം നിനക്ക് തന്നൂടാന്നും പറഞ്ഞിട്ട് പോലീസുകാരൻ പെട്ടെന്ന് വീട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിനകത്ത് മരിച്ചിടക്കുന്ന അവന്റെ ആളുകൾ കുറച്ചുപേര് വെളിയിലേക്ക് വരുന്നു. എന്നിട്ട് പോലീസുകാരനെ കാണുമ്പോൾ അവരെല്ലാം കൂടി വന്നിട്ട് ഇവനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവനാണെങ്കിലോ വീടിനകത്തേക്ക് കയറിയിട്ട് അതിന്റെ ജനാല ഭാഗം ഉണ്ടല്ലോ അതെല്ലാം തകർത്ത് മറ്റൊരു വഴി എങ്ങനെ ഓടുന്നു. അവന്മാരാണെങ്കിൽ ഇപ്പോഴും നിർത്തുന്നില്ല, നല്ലതുപോലെ ഈ ഒരു പോലീസുകാരനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു പോലീസുകാരനായാലും നല്ല രീതിയിൽ ഓടി റോഡിലേക്ക് വരുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ, ഒരു വണ്ടി വന്ന ആ ഒരു പോലീസുകാരനെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വണ്ടി അവന്റെ ദേഹത്തൂടെ കയറി ഇറങ്ങി അവനൊരു ചമ്മന്തി പരുവാക്കിയിട്ടുണ്ട്. അതുപോലെയാണ് ആ ഒരു പോലീസുകാരൻ മരിച്ചു കിടക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ഈ ഒരു നാട്ടിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോപ്പ് സിംഗറാണ്. പക്ഷേ ഒരു വർഷങ്ങൾക്ക് മുന്നേ അവൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. ആ ഒരു ആക്സിഡന്റിൽ അവളും അവളുടെ ബോയ് ഫ്രണ്ടും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആക്സിഡന്റിൽ ആ ഒരു കാമുകൻ മരിച്ചുപോയി. അങ്ങനെ അതിനുശേഷം അവൾ അധികം ഇങ്ങനെ പ്രോഗ്രാമിലൊന്നും പങ്കെടുത്തിട്ടില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഹീറോയിൻ ഒരു തിരിച്ചുവരവനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ആ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കേട്ടത് ശരിയാണോ, നിങ്ങൾ തിരിച്ചു വരാൻ പോകുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ, അതെ സത്യമാണെന്ന് പറയും.
ഓക്കെ, ഈ ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു, ഏതൊരവസ്ഥയിലായിരുന്നു നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ വളരെ ഡിപ്രഷനായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അതുമല്ല ഇപ്പൊ ഞാൻ തിരിച്ചു വരാൻ കാരണം എന്റെ ഓഡിയൻസ് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരെയും എനിക്ക് സന്തോഷപ്പെടുത്തണം. എനിക്കൊരു തിരിച്ചുവരവ് വളരെ അത്യാവശ്യമാണ്. അതുമല്ല ഇതിനു മുന്നേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇനി ഒരിക്കലും ആവർത്തിക്കരുത്. അങ്ങനെ ഒരാളാവാതെ ഒരു പുതിയ ആളായിട്ട് മാറണം എന്നെല്ലാം പറഞ്ഞ് അപ്പോഴേക്കും ആ ഒരു ആങ്കർ ചോദിക്കും, അല്ല മേഡം, നിങ്ങൾ ഒരു മാസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അല്ല, ആ ഒരു ഹോസ്പിറ്റൽ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആലോചിച്ച് നോക്കാണ്. അവളുടെ തലമുടിയെല്ലാം അവളിങ്ങനെ വലിച്ച് പിഴുതെടുക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം പറയാതെ അവൾ പറയും, ഇനി എങ്ങനെ ജീവിതത്തിൽ നല്ലതുപോലെ ജീവിക്കാം എന്നെല്ലാം ഞാൻ ആലോചിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഹീറോയിൻ വെളിയിലേക്ക് വരുമ്പോൾ ഹീറോയിന്റെ കൂടെ അവളുടെ അമ്മയും അതേപോലെ തന്നെ ഒരു അസിസ്റ്റന്റ് പയ്യനും ഉണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരായിട്ട് വെളിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫാൻസ് അവൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നു. കാരണം അവൾ അത്രയ്ക്ക് ഫേമസ് ആണ്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഓട്ടോഗ്രാഫും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു അസിസ്റ്റന്റ് പയ്യൻ പറയുന്നുണ്ട്, മേഡം, നിങ്ങളുടെ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ ടിക്ടോക്കിലെല്ലാം വൈറലായിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കുറച്ചുകൂടി നല്ലതുപോലെ അറിയപ്പെടാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ മുഴുവൻ നിങ്ങളാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ അവളുടെ ആ ഒരു സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ട് അവളിപ്പോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം പെട്ടെന്ന് അവളുടെ നടുവിന് ഭയങ്കര വേദന. അപ്പൊ ആ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ആ ഒരു മാസ്റ്റർ ഉണ്ടല്ലോ, അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ, നമുക്ക് പിന്നീട് നോക്കാന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഹേയ് അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ചെയ്യാന്ന് പറഞ്ഞു അവള് വീണ്ടും ആ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന അതേ സമയത്ത് ആ ഒരു വേദന വീണ്ടും വരികയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ ആയാലും നേരെ ബാത്റൂമിലേക്ക് ചെന്നിട്ട് അവിടെ വെച്ച് ഈ ഐസ് ക്യൂബ്സ് ഉണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ ബാക്കിലേക്ക് വെക്കുകയാണ്. അപ്പോഴാണ് അവളുടെ ദേഹത്ത് ചെറിയ ഓപ്പറേഷൻ ചെയ്ത പാടുകളും മുറിവുള്ള പാടുകളൊക്കെ കാണുന്നു. ഇത് ഒരു ആക്സിഡന്റിൽ സംഭവിച്ചതായിരിക്കാം. അതുമല്ല ഇവൾക്ക് ആ ഒരു വേദന മാറാതിരിക്കാൻ വേണ്ടി ഡ്രഗ്സ് ഉണ്ടല്ലോ അതിന്റെ 1-2 മരുന്നുകളുണ്ട്, അതെടുത്ത് കഴിക്കാനായിട്ട് വരുമ്പോൾ ആരോ പെട്ടെന്ന് ഡോറിൽ തട്ടി വിളിക്കുന്നതും ഇത് അവളുടെ കൈ തട്ടി നേരെ ആ ഒരു സിങ്കിലേക്ക് തന്നെ വീഴുന്നു. ഹീറോയിൻ ആണെങ്കിൽ അത്രയും ദേഷ്യം. ഓക്കെ, നമ്മള് ഹീറോയിന്റെ പേര് പറഞ്ഞില്ല, അവളുടെ പേര് സ്കൈ എന്നാണ്. അപ്പോൾ ഡോർ തുറക്കുന്നത് വേറെ ആരുമല്ല, അവളുടെ അമ്മയാണ്. എന്നിട്ട് പറയും, ഓക്കെ നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല എന്നെല്ലാം പറയും. അപ്പോൾ അവർ പറയും, ആ നല്ലതുപോലെ റെഡി ആവും, നമുക്ക് പ്രാക്ടീസ് ചെയ്യണം, ഇനി ഉടനെ തന്നെ അടുത്ത പ്രോഗ്രാം ഉണ്ട് എന്നെല്ലാം പറയാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഹീറോയിന്റെ ഈ ഒരു വേദന കാര്യങ്ങള് അതൊന്നും അവളുടെ അമ്മയ്ക്ക് അറിയണ്ട, എങ്ങനെയെങ്കിലും ആ ഒരു പ്രോഗ്രാം നടത്തിയാൽ മതി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, ഈ വരുന്ന ബുധനാഴ്ച നമുക്കൊരു ഷോ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് അവളുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് വണ്ടി കൊണ്ട് നിർത്തി അവര് രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്ന ആ ഒരു സമയത്ത് അവൾ പെട്ടെന്ന് വീടിനകത്ത് കയറാതെ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഒരു ടാക്സി വിളിച്ചിട്ട് ആ ഒരു മരുന്നെല്ലാം സിങ്കിലേക്ക് പോയല്ലോ, അതുകൊണ്ട് ആ ഒരു മരുന്ന് വാങ്ങിക്കാനായിട്ട് ഈ ഡ്രഗ്സ് എല്ലാം വിൽക്കുന്ന ഒരുത്തനുണ്ട്, അവന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. അതുമല്ല കാറിൽ പോകുന്ന സമയത്ത് തന്നെ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതേപോലെ ഞാൻ അവിടേക്ക് വരാൻ പോവാണ് എന്ന് പറയുമ്പോൾ അവൻ പറയും, ആ വന്ന കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ആയാലും നേരെ അവന്റെ വീട്ടിലേക്ക് ചെന്ന് ഡോർ തട്ടുമ്പോഴത്തേക്കും അവൻ ഡോർ തുറന്ന് പെട്ടെന്ന് ഒരു വാളെടുത്ത് അവളുടെ കഴുത്തിലേക്ക് ഇങ്ങനെ വെക്കാണ്. ആരാടി നീ, എന്തിനാ ഇതിനകത്തേക്കെല്ലാം വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, നിനക്ക് നാളെ മാറിപ്പോയോ, മുന്നേ ഉള്ളതിനെക്കാട്ടി കൂടുതൽ ഇപ്പൊ വേദന എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ആ ഒരു മരുന്ന് വാങ്ങിക്കാനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ അവൻ പറയും, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാതെ ഒരിക്കലും ഇവിടേക്ക് വരരുതെന്ന്. അപ്പൊ അവൾ പെട്ടെന്ന്, ഹേയ് നിനക്കല്ലേ ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോ വരാൻ പറഞ്ഞത്. അവനാണെങ്കിലും പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൻ ആ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷെ ആ ഒരു കാര്യം ഇവന് ഓർമ്മയില്ല. അതുമല്ല ഇവൻ ആരാണെന്നറിയോ, നമ്മുടെ പോലീസുകാരൻ ആ ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരുത്തൻ അതിനകത്ത് ഡ്രഗ്സ് വാങ്ങിക്കാനായിട്ട് വന്നിരുന്നല്ലോ, ആ ഒരുത്തനാണ്. അപ്പൊ അവൻ പറയും, ഓക്കെ ഓക്കെ സോറി എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവൾ പറയും, ശരി ആ ഒരു വാളെടുക്ക് എന്ന് പറയുന്നത് അവൻ ആ ഒരു വാളെടുത്ത് കളഞ്ഞിട്ട്, സോറി എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല ഇതെല്ലാം പറയുമ്പോൾ അവൾ ചോദിക്കും, അല്ല നീ എന്തിനാ ഇങ്ങനെയെല്ലാം കാണിക്കുന്നേ, അതെനിക്ക് അറിയത്തില്ല, നീ ഒരു അന്ധവിശ്വാസം അമാനുഷിക ശക്തി ഇതിലെല്ലാം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിന് മനസ്സിലായി, ഓക്കെ ഇവൻ അധികമായിട്ട് മരുന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ, ശരി ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറയുമ്പോൾ അവൻ പറയും, ഇല്ലില്ല നീ എന്തിനാ വന്നേ, ഞാൻ നിന്നോട് കുറച്ച് ദേഷിച്ച് പെരുമാറി, സോറി നിനക്ക് എന്താ വേണ്ടത്, ആ ഒരു ഡ്രഗ്സ് അല്ലേ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ നേരെ റൂമിനകത്തേക്ക് കയറി പോവാണ്. അതേസമയം ഹീറോയിൻ ആണെങ്കിൽ നോക്കുമ്പോൾ ആ ടിവിയിൽ നമ്മുടെ ഹീറോയിനെ പറ്റിയുള്ള ന്യൂസ് ആണ് കാണിക്കുന്നത്. ഒരു വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് പോയപ്പോൾ ആ ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചല്ലോ, ആ ഒരു സമയത്ത് ഹീറോയിൻ അധികമായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്തായിട്ടും അതേപോലെ തന്നെ ആ ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് പെരുമാറിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ടിവിയിലൂടെ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് ഹീറോയിൻ പെട്ടെന്ന് ചെന്നിട്ട് ആ ഒരു ടി വി അങ്ങ് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഹീറോയിൻ ആയാലും അകത്തേക്ക് പോയിട്ടുള്ള വില്ല് ഇതുവരെ വന്നില്ല, അവൻ എവിടെയെന്ന് പറഞ്ഞിട്ട് റൂമിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ പെട്ടെന്ന് റൂമും തുറന്ന് ചാടി വെളിയിലേക്ക് വന്നിട്ട് അങ്ങനെ കിടന്ന് അലറുകയാണ്. ഹീറോയിൻ ആണെങ്കിലും എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട് എന്നെ ചെയ്തതെന്നെല്ലാം പറയുമ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ ഹീറോയിന്റെ പുറകെ എന്ത് തോന്നുന്നുണ്ട്, അത് കണ്ടിട്ടാണ് അവൻ പേടിച്ചത്. എന്നിട്ട് അവൻ പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴുമ്പോൾ ഹീറോയിൻ ആയാലും മൂടി അടുത്തേക്ക് ചെന്നിട്ട് എന്ത് പറ്റിയെന്നെല്ലാം ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ വാ തുറന്നു വെച്ചിട്ട് ശ്വാസമല്ല ഇല്ലാത്തതുപോലെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഹീറോയിനെ നോക്കി ആ ഒരു ചിരി അങ്ങ് ചിരിക്കാണ്. ഹീറോയിൻ ആണെങ്കിലും പെട്ടെന്ന് പേടിച്ച് മറ്റൊരിടത്തേക്ക് വന്ന് വീഴുമ്പോഴത്തേക്കും അവനാണെങ്കിലും പതിയെ എഴുന്നേറ്റ് അടുത്ത് ഈ ഒരു ജിമ്മിലെല്ലാം യൂസ് ചെയ്യുന്ന ആ ഒരു റൗണ്ട് പ്ലേറ്റ് ഉണ്ടല്ലോ, അതും 15 കിലോ ഉള്ള ആ ഒരു പ്ലേറ്റ് അങ്ങനെ എടുത്തു വെച്ച് അവന്റെ മുഖത്തേക്ക് ആഞ്ഞങ്ങനെ അടിക്കുകയാണ്. ഹീറോയിൻ ഇത് കണ്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നതും അവൻ ഒരടിയല്ല അടിച്ചിട്ട് ഇങ്ങനെ മുഖം മാറ്റുമ്പോഴത്തേക്കും അവന്റെ മുഖം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്തും അവൻ അവളെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് 1 അല്ല 2 അല്ല ഒരു 3-4 അടി അത് വെച്ച് അടിച്ചടിച്ചടിച്ച് അവൻ അങ്ങനെ മരിച്ച് താഴെ
താഴേക്ക് വീഴുന്നു. അപ്പോഴും അവന്റെ മുഖം ചിരിച്ചതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയിന് എന്തോ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ പെട്ടെന്ന് പോയി ഛർദ്ദിച്ചിട്ട് അതുപോലെ ഇപ്പൊ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. അവൻ ആ ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്നും ആ ഒരു ശാപം വാങ്ങിയത് കൊണ്ടാണ് അവൻ ഇപ്പൊ മരിച്ചത്. അതുപോലെ ഇവ മരിച്ചത് ഹീറോയിൻ കണ്ടതുകൊണ്ട് ആ ഒരു ശാപം എന്തായാലും ഹീറോയിനെ പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ അവളായാലും ഈ ഒരു കാര്യം പോലീസിനെ വിളിച്ച് പറയാന്ന് വിചാരിച്ചിട്ട് നമ്പർ ഡയൽ ചെയ്യുമ്പോൾ വേണ്ടെന്ന് തീരുമാനിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ അവളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ന്യൂസിലൂടെ പറയുന്നുണ്ട്. പിന്നെ ഇതും കൂടി ആയി കഴിഞ്ഞാലും മതി, അവളുടെ ജീവൻ തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് അറിയിക്കേണ്ടെന്ന് പറഞ്ഞ് അവള് പെട്ടെന്ന് ആ ഒരു വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അത് കഴിഞ്ഞിട്ട് അവള് നേരെ വീട്ടിലേക്ക് വന്ന് അവൾക്ക് ഇപ്പൊ ഉറക്കമില്ല. അതുപോലെ ആ ഒരു ശാപം അവളിലേക്ക് വന്ന കാര്യം അവൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ രാത്രിയായാലും അവൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വില്ലെന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവൻ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന പോലെ കണ്ട് പെട്ടെന്ന് പേടിച്ച് എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഉറക്കം പോലും വരുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ അവൾക്ക് ഇപ്പൊ ഏതൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ അവള് മേക്കപ്പ് എല്ലാം ഇങ്ങനെ ചെയ്യാണ്. അപ്പൊ ഹീറോയിൻ മാത്രം അവളുടെ മുഖം അങ്ങനെ വെച്ചിട്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ എന്തുരിയെന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഓക്കെ എന്താ പറയുന്നു പറയുമ്പോൾ ഇതിനകത്തേക്ക് വേറൊരാൾ വരികയാണ്. അയാളുടെ പേര് ഡാരിയസ്. ഇപ്പൊ അയാൾ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് അടുത്ത് നമ്മുടെ ആ ഒരു ഷോ കഴിഞ്ഞിട്ട് ഒരു ഫണ്ട് റൈസിംഗ് പാർട്ടി ഉണ്ട്. പണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് പേര് ഈ ഒരു ഷോ നടത്താൻ വേണ്ടി പണം ഇടുമല്ലോ, അതാണ്. അപ്പൊ അതില് ഒരു 5 മിനിറ്റ് നീ ഒന്ന് സംസാരിക്കണം, അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും അല്ല എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലേ, ഇത് മാത്രം നിങ്ങൾക്ക് ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയിൻ അതിനു വേണ്ടി സമ്മതിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഹീറോയിന്റെ അമ്മ അവളോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ഫ്രണ്ടിനെ നീ എന്താ കോൺടാക്ട് ചെയ്യാഞ്ഞ്, അവളെ എന്താ വിളിക്കാന്ന് ചോദിക്കുമ്പോൾ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവളുടെ ഫ്രണ്ട് എന്തോ വഴക്കിട്ടിട്ട് മിണ്ടാതിരിക്കായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ ആ ഒരു പല വിധത്തിലുള്ള ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവളാണെങ്കിലോ ഈ ഒരു ഷർദിലെ അവളുടെ DNA കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കണം. കാരണം ആ വില്ലെന്ന് പറഞ്ഞ അവൻ മരിച്ച വീട്ടിലെ അവൾ ഛർദ്ദിച്ചു വെച്ചിരുന്നല്ലോ, അതുകൊണ്ട് അവൾക്ക് നല്ല പേടിയുണ്ട് പോലീസ് അന്വേഷിച്ച് വരുമോ ഇല്ലെന്ന്. അങ്ങനെ അതെല്ലാം നോക്കി അത് കഴിഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ അവൾക്ക് ഇതിന്റെ മെസ്സേജ് അയക്കാൻ പോവാണ്. അതുമല്ല ഇതിന് മുന്നേ അവൾക്ക് മെസ്സേജ് അയച്ചത് ഇവിടെ ഈ ഒരു മയക്കുമരുന്നിന് അടിമയായതിനു ശേഷം ആ ഒരു ഫ്രണ്ടിനെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ. അതെല്ലാം അയച്ചിട്ടാണ് ഇപ്പോൾ വീണ്ടും അവൾക്ക് മെസ്സേജ് അയക്കാൻ പോകുന്നത്. അങ്ങനെ അവൾക്ക് മെസ്സേജ് എല്ലാം അയച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് ഹീറോയിന് വരികയാണ്. വായിച്ചു നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല, നീ കഴിഞ്ഞ ദിവസം മരിച്ചുപോയ വില്ലിന്റെ വീട്ടിലേക്ക് വന്നിരുന്നല്ലേ. ഇത് കണ്ടിട്ട് അവൾക്ക് എന്താണെന്ന് അറിയത്തില്ല, പേടിച്ചങ്ങനെ നിൽക്കുന്നത് അവളുടെ പുറകില് മരിച്ചുപോയ വില്ലെന്ന് പറഞ്ഞ അവനിങ്ങനെ നിൽക്കുന്നു. അതുമല്ല അവളുടെ വാ പിടിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്നത് പോലെ വലിച്ചിങ്ങനെ കീറാൻ ശ്രമിക്കുമ്പോൾ അവള് പെട്ടെന്ന് പേടിച്ച് അലറി വിളിക്കുമ്പോൾ പുറകിൽ ആരുമില്ല. ഈ ഒരു ശബ്ദം കേട്ട് അവളുടെ അമ്മയും അസിസ്റ്റന്റും പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറുവരാണ്. ഹീറോയിൻ ഇത് കണ്ടിട്ട് അല്ലമ്മ ചോദിച്ചിട്ടൊക്കെ അകത്തേക്ക് കയറിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അല്ല നിന്റെ ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഓക്കെ അത് വേറെ ഒന്നുമല്ല, ഞാൻ ഒരു പാർട്ടിയെ കണ്ടിട്ട് നിലവിളിച്ചതാണ്. അതുമല്ല ഇപ്പൊ ഇവരിവിടേക്ക് വരാൻ കാരണം നമ്മുടെ ഹീറോയിൻ വിളിച്ചിട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇവളിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ് ഉണ്ടല്ലോ അതിട്ടിട്ട് ഈ ഒരു സ്റ്റേജിൽ പോയി പെർഫോമൻസ് ചെയ്യുമ്പോൾ ലൈറ്റ് അടിച്ചിട്ട് അവളുടെ വയറിലുള്ള ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ കഴിയും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളായി പിന്നെ അതിനെപ്പറ്റി വെറുതെ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തായാലും ഇത് വേണ്ടാന്ന് പറയുമ്പോൾ അവളുടെ അമ്മ പറയും ഇതല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇതാണ് നല്ല ഡ്രസ്സ്, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് വീണ്ടും നമ്മുടെ ഹീറോയിൻ അവളുടെ ഷോയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു പ്രാക്ടീസ് ഒരിടത്ത് അവൾ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇരിക്കുന്നു. പിന്നെ അതിനിടയ്ക്ക് ഈ ഒരു ഫാൻസിനെ കാണാൻ പോകുമ്പോഴത്തേക്കും അവരുടെ കൂടെയുള്ള ഫോട്ടോ എടുപ്പ് കാര്യങ്ങൾ ഇപ്പൊ എത്രയൊക്കെ ഡിപ്രഷനോ പ്രശ്നങ്ങളോ ആയാലും അവരുടെ മുന്നിൽ ചിരിച്ചു തന്നെ നിൽക്കണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് പോകുമ്പോഴത്തേക്കും അതിലൊരുത്തൻ മുഖമെല്ലാം ഒരു ചൊറി പിടിച്ചതുപോലെയെല്ലാം. അതുപോലെ അവന്റെ കയ്യിൽ ഹീറോയിന്റെ ഫോട്ടോ ഉള്ള ഒരു യെല്ലോ ടീഷർട്ട് ഉണ്ട്, അതിൽ സൈൻ ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഹീറോയിനായാലും സൈൻ എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ ഇവനായാലും പതിയെ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുമ്പോഴും ഒരു വല്ലാത്ത രീതിയിൽ. എന്നിട്ട് പെട്ടെന്ന് പറയും എന്നെ കല്യാണം കഴിക്കുന്നെല്ലാം പറയുമ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റികളെല്ലാം വന്നിട്ട് അവനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ സ്കൈ ആയാലും പെട്ടെന്ന് പേടിച്ചിട്ട് അകത്തേക്ക് പോയി കുറച്ച് ആശ്വാസപ്പെട്ടിരിക്കുകയാണ്. ഇതിപ്പോ ഈ ഒരു ഫാൻസുകാർക്ക് വേണ്ടിയിട്ടുള്ള സീനാണ്. ഇതിപ്പോ ഈ ഒരു ഫാൻസുകാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. സെലിബ്രിറ്റികൾക്കും ഇമോഷൻസ്, വേദന, സന്തോഷം ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം അറിയാതെ ഓരോരുത്തർ വന്ന് പല രീതിയിലാണ് അവരോട് പെരുമാറുന്നത്. അങ്ങനെ അവളായാലും അകത്ത് കുറച്ചു നേരം നിന്നിട്ട് ഓക്കെ ഇനി ബാക്കിയുള്ളവരെ പറഞ്ഞു വിടണല്ലോ, അതുകൊണ്ട് വീണ്ടും ചിരിച്ച ഒരു മുഖത്തോടെ തന്നെ വെളിയിലേക്ക് വന്നിട്ട് അടുത്തൊരാളെ വിളിക്കാൻ പറയുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയാണ് വരുന്നത്. അവളെ കാണിക്കുമ്പോഴത്തേക്കും ഓഹോ ആ പെൺകുട്ടി അങ്ങനെ ആ ഒരു ക്രീപ്പി ആയിട്ടുള്ള ചിരി ഉണ്ടല്ലോ, ആ ഒരു ചിരിച്ചാണ് ഹീറോയിൻ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയാം, ആ ഒരു ഡീമനാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഹീറോയിൻ ഇത് അറിയത്തില്ല. അങ്ങനെ ആ ഒരു പെൺകുട്ടി അടുത്ത് വന്നിട്ടും ഹീറോയിനെ നോക്കി അങ്ങനെ ചിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരിടത്ത് ഇങ്ങനെ നടക്കുന്നു. അടുത്തടുത്ത് അവൾക്ക് അൺനോൺ നമ്പറിൽ നിന്നും ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നറിയാതെ അവസാനം ഹീറോയിൻ അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ജമ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണെ വിളിക്കും. അപ്പോഴാണ് അവളൊരു വോയിസ് നോട്ട് അതിൽ വിട്ടേക്കുന്നത്. ഇപ്പൊ ഞാൻ ബിസി ആയിട്ടാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഹീറോയിനായാലും അവളുടെ സുഹൃത്തിനോട് ക്ഷമയെല്ലാം ചോദിച്ചിങ്ങനെ സംസാരിക്കുന്നു. ആ ഒരു സമയത്ത് പെട്ടെന്ന് ജമയായാലും ഫോൺ എടുക്കാണ്. അപ്പൊ ഒരു നല്ല സുഹൃത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ക്ഷമിച്ച് അവളോട് സോറി പറയാന്നുള്ളതാണ്. അതുപോലെ തന്നെ ജമയും ഓക്കെ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോയിനായാലും സന്തോഷമായിട്ട് ഓക്കെ നമുക്ക് നേരത്തെ കണ്ടാലോ എന്ന് പറഞ്ഞ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കും. അപ്പൊ ജമയായാലും ഓക്കെ ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്നും പറഞ്ഞിട്ട് അവൾ ഇവിടേക്ക് വരികയാണ്. അപ്പൊ ഹീറോയിന് സന്തോഷമായി, കാരണം അവളുടെ പ്രശ്നങ്ങളെല്ലാം പറയാനായിട്ട് ഇപ്പൊ ഒരാളായല്ലോ. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അവൾ ചെന്നിട്ട് പിയാനോ വായിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കിച്ചണിൽ എന്തോ ഒരു ശബ്ദം
തിരിഞ്ഞു ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവളുടെ റൂമിലെ ഒരു കുപ്പി ഉണ്ടല്ലോ അത് താഴേക്ക് വീണ് പൊട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റൂമിനകത്ത് ആരോ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു മഞ്ഞ കളർ ടീഷർട്ട് അത് വേറെ ആരുമല്ല, അവിടെ ആ ഒരു ഫാൻസിന്റെ ഷോയ്ക്കിടയിൽ ഒരുത്തം വന്ന് ശല്യപ്പെടുത്തിയല്ലോ അവൻ കൊണ്ടുവന്നിരുന്ന ആ ഒരു ടീഷർട്ടാണ്. ഇതെങ്ങനെ അകത്തു വന്നെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവളായാലും പതിയെ കിച്ചന്റെ ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോ നേരത്തെ വന്നല്ലോ അവന്റെ ആ ഒരു ഷർട്ട്, പാന്റ്, ജെട്ടി ഇതെല്ലാം അവിടെ കിടക്കുന്നു. ഹീറോയിൻ അങ്ങനെ നോക്കുന്നതും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെണ്ണ് ഒരുത്തനെ ന്യൂഡായിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവൾ പേടിച്ചു വന്ന് ഡോർ തുറക്കുന്ന സമയത്ത് വെളിയിൽ നമ്മുടെ ജമ നിൽക്കുന്നു. അങ്ങനെ ജമയെ കണ്ടതും ജമ എന്തായാലും നീ അവിടെ നിൽക്കുക, അകത്തേക്ക് കയറരുത്, കാരണം ഇതിനകത്ത് വേറൊരുത്തനുണ്ട് എന്നും പറഞ്ഞ് കയ്യിലൊരു കപ്പ് എടുത്തിട്ട് അത് വെച്ച് അടിക്കാനായിട്ട് ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. നേരത്തെ താഴെ വീണ് പൊട്ടിയെന്ന് പറഞ്ഞ ആ ഒരു കുപ്പി അത് പൊട്ടിയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. അവിടെ ആ ഒരു ടീഷർട്ട് ഇല്ല, അതേപോലെ തന്നെ ആ റൂമിൽ ആ ഒരു തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഹീറോയിന് തോന്നിയതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജമയോട് പറയും ഓക്കെ എനിക്ക് തോന്നിയതാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം ജമയോട് പറയാണ്. വേറെ ഒന്നുമല്ല, ആ ഒരു മരുന്ന് വാങ്ങിക്കാനായിട്ട് വില്ലെന്ന് പറഞ്ഞ അവരുടെ വീട്ടിൽ പോയത് അവിടെ വെച്ച് സംഭവിച്ചത്. അപ്പോ ജമ ചോദിക്കും അല്ല നീ വീണ്ടും അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, ഞാനിപ്പോ ഒരു സിഗരറ്റ് പോലും വലിക്കാറില്ല, പക്ഷേ ഡോക്ടർ എഴുതി തരുന്ന ആ ഒരു മരുന്ന് എന്റെ വേദന മാറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവന്റെ അടുത്തേക്ക് പോയത്. പക്ഷെ ആ ഒരു അവസ്ഥയിലാണ് അതുപോലെല്ലാം സംഭവിച്ചത്. നമുക്ക് എന്തായാലും പോലീസിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ജമ പറയും ഹേയ് നിനക്കെന്താ ഭ്രാന്താണോ, നിന്റെ കരിയർ തന്നെ ഇല്ലാതാവും, എന്തായാലും അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട, ഞാൻ എന്തായാലും ഇന്ന് നിന്റോടൊപ്പം ഈ വീട്ടിൽ താമസിക്കാന്ന് പറയുമ്പോൾ ഹീറോയിൻ അത്രയും സന്തോഷമായി. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ ഉറങ്ങാനായിട്ട് ഹീറോയിൻ കണ്ണടയ്ക്കുന്ന ആ സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ കാണിക്കുന്നു. വേറെ ഒന്നുമല്ല, അവൾ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച ആ ഒരു സമയത്ത് അവളുടെ ബോയ് ഫ്രണ്ട് ഈ ഒരു കാർ നിയന്ത്രണം ഇല്ലാതെ ഒരു മരത്തിലേക്ക് കൊണ്ടിടിച്ച് അതിന്റെ കമ്പെല്ലാം ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ ദേഹത്തേക്ക് കയറി ആ ഒരു ബോയ് ഫ്രണ്ട് അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. പക്ഷെ ആ ഒരു സീൻ ഇപ്പൊ എനിക്ക് കാണിച്ചു തരാൻ കഴിയത്തില്ല. അങ്ങനെ അത് കണ്ട് ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചെഴുന്നേറ്റ് അടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്തായാലും ജമയുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട എന്നും പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നതും കാണിക്കുമ്പോൾ ജമ അവളെ നോക്കി അങ്ങനെ ചിരിക്കുകയാണ്. അതുമല്ല ജമയുടെ മുഖത്ത് നിന്നും അന്ന് ആ ഒരു ആക്സിഡന്റ് നടക്കുമ്പോഴത്തേക്കും കാർ വരുന്ന ആ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ടല്ലോ അതങ്ങനെ തെളിഞ്ഞു വരുന്നത് പോലെ കാണുന്നതും ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചിട്ട് താഴേക്ക് വന്ന് വീഴാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെയാണ് ഒരു കാര്യം. ജമ പുറകിൽ വന്നിട്ട് ഹേയ് നീ ഇപ്പോഴാണ് എണീക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെയാണ് ഒരു കാര്യം, വേറെ ഒന്നുമല്ല, ഹീറോയിൻ നേരത്തെ അവളെ കണ്ടത് രാത്രിയില്, പക്ഷെ ഇപ്പൊ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രാവിലെയായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഹീറോയിൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സമയം ഒരുപാട് കഴിഞ്ഞു പോയി, കാരണം ഇന്നായിരുന്നു ആ ഒരു റിഹേഴ്സല്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഫണ്ട് റൈസ് പാർട്ടി ഉണ്ടല്ലോ അവിടേക്കും പോകണമായിരുന്നു. അപ്പോഴേക്കും ഹീറോയിൻ പെട്ടെന്ന് ഹേയ് ജമ നിനക്ക് നേരത്തെ വിളിച്ചോടായിരുന്നു, എന്ത് വേല നീ കാണിച്ചെന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയിൻ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓക്കെ ഞാൻ എന്തായാലും പോവാണ്, നീ എന്നോടൊപ്പം വരാൻ പറയുമ്പോൾ ജമ പറയും ഇല്ല എനിക്ക് വേറൊരാളെ കാണാൻ പോകാനായിട്ടെന്ന് പറയുമ്പോൾ ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയിക്കോ. അങ്ങനെ ഹീറോയിൻ ആയാലും അവരോട് സോറി എല്ലാം പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ പോയി ചെയ്യാന്ന് പറഞ്ഞ് അവൾ നേരെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ചു നേരം ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാക്ടീസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേജിൽ ആ ഒരു വലിയ പെർഫോമൻസ് വരുമ്പോഴത്തേക്കും അതിന് മുന്നേ സ്റ്റേജിൽ ഒരു വട്ടം ഇവർ പ്രാക്ടീസ് ചെയ്ത് നോക്കും. ആ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം പെട്ടെന്ന് അതിനിടയിൽ അവളുടെ കാമുകം പെട്ടെന്ന് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് പോലെ കണ്ടിട്ട് അവള് നേരെ താഴെ ഒന്ന് വീഴാണ്. വീഴുമ്പോഴത്തേക്കും ആ ഒരു ആക്സിഡന്റിൽ അവളുടെ കാല് പൊട്ടിയത് എങ്ങനെയാണോ അതുപോലെ ഇപ്പൊ കാല് മുറിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവളായാലും പെട്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ ലൈറ്റെല്ലാം ഇടുമ്പോഴത്തേക്കാണ് അവളുടെ കാലിന് ഒരു കുഴപ്പമില്ല. ഹീറോയും പെട്ടെന്ന് ചാടി എഴുന്നിട്ടിട്ട് നമ്മുടെ ഈ ഒരു ടീമില് നമ്മളല്ലാതെ വേറെ ആരും ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും വഴക്കുറങ്ങിങ്ങനെ ദേഷ്യപ്പെടാണ്. അതേസമയം ഇതെല്ലാം കണ്ട ആ ഒരു പ്രൊഡ്യൂസറുടെ നേരെ അവിടേക്ക് വന്നിട്ട് സ്കൈ നീ പറയുന്നത് പോലെ നമ്മുടെ ഗ്രൂപ്പിൽ വേറെ ആരുമില്ല, ഞാനും എല്ലാം കണ്ടിട്ടാണ്ടിരുന്നത്, നിനക്കൊല്ലാം തോന്നിയതായിരിക്കും ഇതെല്ലാം പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഹീറോയിനെല്ലാം ദേഷ്യപ്പെട്ട് തിരിച്ച് അവളുടെ റൂമിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. അതേസമയം ആ ഒരു അസിസ്റ്റന്റ് പയ്യനുണ്ടല്ലോ അവനാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഹീറോയിനെ നോക്കി ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഹീറോയിൻ ആയാലും അതെല്ലാം കണ്ട് നേരെ റൂമിലേക്ക് ചെല്ലുമ്പോൾ റൂമിലെ എല്ലാ കാര്യങ്ങളും നശിപ്പിച്ചിട്ടേക്കാണ്. ഇത് കണ്ട് ഹീറോയിൻ പെട്ടെന്ന് തിരിഞ്ഞു വന്ന് ആ ഒരു അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഹേയ് നീ എന്താ എന്റെ ഈ റൂമിൽ ചെയ്തേ, എന്തിനെങ്കിലും ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ല മാഡം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ല ഞാൻ എന്തിനാ അങ്ങനെയെല്ലാം ചെയ്യുന്നേ, അപ്പൊ നീ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നീ വരുമ്പോഴത്തേക്കും എന്നെ നോക്കി കളിയാക്കുന്ന പോലെ ചിരിച്ചിട്ട് പോയില്ലേ. അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ അമ്മ അവളെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇല്ല സ്കൈ ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യാനായിട്ട് സാധ്യതയില്ല, കാരണം അവൻ കഴിഞ്ഞ ദിവസം മുഴുവനായിട്ടും അല്ലെങ്കിൽ ഈ ഒരു ദിവസം മുഴുവനായിട്ടും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുമ്പോഴും ഹീറോയിൻ അത് സമ്മതിച്ചു കൊടുക്കത്തില്ല. ഹീറോയിൻ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിന്റെ അമ്മ ചോദിക്കുന്നത് ഹേയ് സ്കൈ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ആ ഒരു മരുന്ന് വീണ്ടും കഴിച്ചോ? ഇല്ലമ്മ എന്താ പറയുന്നേ, ഞാൻ ഒരിക്കലും ആ ഒരു മരുന്ന് കഴിച്ചിട്ടില്ല, വിശ്വാസമില്ലെങ്കിൽ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും, അവർ ചെക്ക് ചെയ്തിട്ട് പറയുന്നു പറയുമ്പോൾ ഹീറോയിന്റെ അമ്മ പറയും അതെല്ലാം പോട്ടെ, നീ ഒരു വർഷമായിട്ട് ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് നീ ശ്രമിച്ചിട്ടുള്ളത്, ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ശ്രമിച്ചിട്ട് അതൊരിക്കലും നീ വിട്ടുകളയരുത്, അതുകൊണ്ട് ഇതിൽ മാത്രം നിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഇല്ലമ്മ എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല, ഇത് നമുക്ക് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിന്റെ അമ്മയെല്ലാം പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് ഏയ് നീ ഇപ്പൊ എന്താ പറയുന്നേ, ഒരുപാട് പേര് നിനക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, എന്നിട്ട് അവരോടൊക്കെ ഇപ്പൊ എന്ത് മറുപടി പറയും, അതും കൂടാതെ നിന്റെ ഫാൻസ് അവരോട് എന്ത് മറുപടി പറയും എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിന് വേറെ വഴിയില്ലാതെ ഓക്കെ ഞാൻ ഇത് ചെയ്യാന്ന് തന്നെ പറയും.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ആ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിൽ പോയി ഹീറോയിൻ സംസാരിക്കണം. ആ ഒരു ഫംഗ്ഷനിൽ പോവാണ്. അപ്പൊ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുന്നേ അവളുടെ ഫ്രണ്ടിന് അവൾ മെസ്സേജ് അയക്കാണ്. അല്ല, നീ നിന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്നെല്ലാം മെസ്സേജ് അയക്കുന്ന അതേ സമയം ആ ഒരു അൺനോൺ നമ്പറിൽ നിന്നും വീണ്ടും ഒരു മെസ്സേജ് വരുന്നു. എന്താണെന്ന് വെച്ചാൽ, നീ ആ ഒരു ഫേമസ് ആയിട്ടുള്ള സിംഗർ സ്കൈ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അതെനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് ഇങ്ങനെ അയക്കുന്നതും. അതുമല്ല, ആ ഒരു സമയത്താണെങ്കിൽ അവളുടെ വായനടുത്തോടെ ഒരു ഈച്ച ഇങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. അതിനെ അടിച്ചിട്ട് അതിനെ കൊന്ന് അങ്ങനെ തേക്കുമ്പോഴത്തേക്കും അവളുടെ ലിപ്സ്റ്റിക്കും തേച്ച് വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അത് ശരിയാകത്തില്ല. അങ്ങനെ അതേപോലെ തന്നെ അവൾ നേരെ സ്റ്റേജിലേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങാണ്. അവളുടെ മുന്നിലായിട്ട് ഒരു വലിയ സ്ക്രീൻ ഉണ്ട്, അതിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അത് നോക്കിയാണ് അവൾ വായിക്കരുത്. കൂടാതെ അതിൽ അവൾ രാത്രി വില്ലന്റെ വീട്ടിൽ പോയിരുന്നല്ലോ, ആ ഒരു കാര്യമെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വേറെ എന്തൊക്കെയോ ഇങ്ങനെ പറയാണ്, പരസ്പര ബന്ധമില്ലാതെ. അപ്പൊ ഇതെല്ലാം കേട്ട് സ്റ്റേജിലുള്ള എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ, ഓക്കെ ഇപ്പൊ സ്റ്റേജിലേക്ക് പുതിയൊരു ഗസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് അവരെ സ്വാഗതം ചെയ്യാന്ന് പറഞ്ഞ് ആ ഒരു സ്ക്രിപ്റ്റിലുള്ള ഒരു കാര്യം അതിങ്ങനെ വായിക്കുമ്പോഴത്തേക്കാണ് അതില് പോൾ എന്ന് പറഞ്ഞിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ പേര് ഇങ്ങനെ പറയുന്നു. അതേസമയം തന്നെ കാണിക്കുമ്പോ ആൾക്കൂട്ടത്തിന്റെ ഇടയില് അവളുടെ കാമുകൻ, മരിച്ചുപോയ കാമുകനുണ്ടല്ലോ, അവൻ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്ന പോലെ കാണുന്നുണ്ട്. എന്നിട്ട് അവൻ പതിയെ ആ സ്റ്റേജിനടുത്തേക്ക് അങ്ങനെ ചിരിച്ച് നടന്നു വരികയാണ്. അപ്പൊ ഹീറോയിൻ പറയും, ഇതൊരിക്കലും റിയൽ അല്ല, ഇതെന്റെ തോന്നലാണ് ഇതെല്ലാം പറയുമ്പോ എന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് ബഹളം വെച്ച് കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും അവനടുത്ത് കാണാനില്ല. അതേസമയം ഇതെല്ലാം കണ്ട് അടുത്തിരിക്കുന്ന ഒരു അമ്മമ്മയുണ്ട്. ഹീറോയിനെ സമാധാനിപ്പിക്കാന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വരുമ്പോ ആ അമ്മമ്മേനെയും അവള് പോളായിട്ട് തന്നെ കണ്ടിട്ട് പെട്ടെന്ന് പേടിച്ച് ഒരു ഒറ്റ തള്ളു അമ്മമ്മ അടുത്തുള്ള ടേബിളിന് മുകളിലൂടെ താഴേക്ക് ഒന്ന് വീണ് നല്ലതുപോലെ പരിക്കും പറ്റുന്നു. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലായത് അവള് തള്ളിവിട്ടത് ഒരു അമ്മമ്മേനാണെന്ന്. അതുമല്ല, തന്റെ ഷോയ്ക്ക് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വന്നല്ലോ, അവരുടെ മുന്നിൽ വെച്ച് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് ആകെ എന്തോ പോലെ ആയിട്ട് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ചെന്ന് അവളുടെ ഫ്രണ്ടിന് ഇതേപോലെ മെസ്സേജ് അയക്കണം ഇന്ന് നടന്ന കാര്യങ്ങളെ പറ്റിയല്ല. പക്ഷെ അവൾക്കാണെങ്കിലോ അതിൽ നിന്ന് റിപ്ലൈ മാത്രം വരുന്നില്ല. പകരം ആ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരാളും മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. അയാളിപ്പോ പറയുന്നുണ്ട്, നിനക്ക് എന്താണ് സംഭവിച്ചെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം, നിന്നെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് കാണാനല്ല ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ കാണുന്ന കാര്യങ്ങൾ തോന്നലാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്, കാരണം അതെല്ലാം റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുമല്ല, വില്ലെന്ന് പറഞ്ഞ ആ ഒരു പയ്യനല്ലേ, അവൻ മരിക്കുന്നതിന് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എന്നും പറഞ്ഞിട്ട് അവൾക്കൊരു വീഡിയോ ഇങ്ങനെ അയച്ചു കൊടുക്കാണ്. അങ്ങനെ ആ ഒരു വീഡിയോയിൽ നമ്മുടെ ഹീറോയിൻ അങ്ങനെ തുറന്നു നോക്കുമ്പോൾ വില്ലെന്താ ചെയ്യുന്ന വെച്ചാല് ഒരു വല്ലാത്ത രീതിയിൽ ആ ഒരു ക്യാമറ നോക്കി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്യാമറ പെട്ടെന്ന് തിരിച്ച് അവന്റെ റൂമിന്റെ ഒരു ഭാഗത്തേക്ക് കാണിച്ചിട്ടാണ്, ദേ അത് നോക്ക്, അതെന്നെ തന്നെ നോക്കി നിൽക്കാണ്, അതെന്നെ തന്നെ നോക്കുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോ പെട്ടെന്ന് വില്ലെ ഇവളുടെ അടുത്ത് വന്ന് അങ്ങനെ അലറി വിളിക്കുന്ന ഒരു ശബ്ദം. ഹീറോയിൻ പെട്ടെന്ന് പേടിച്ച് താഴേക്കൊന്ന് വീഴും. അങ്ങനെ അതും കൂടി കണ്ട് പേടിച്ച് ഹീറോയിൻ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഈ ഒരു കാര്യം ഇവളെ കൊണ്ട് എന്തായാലും ഡീൽ ചെയ്യാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാവുന്ന ആവർത്തനുണ്ടല്ലോ അൺനോൺ നമ്പറിൽ നിന്നും മെസ്സേജ് അയക്കുന്ന അവനെ തന്നെ പോയി കാണാമെന്ന് പറഞ്ഞ് ഹീറോയിൻ ഒരു ക്ലബിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ട് അവിടേക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ട് ഹീറോയിനും നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു ക്ലബിലേക്ക് ചെന്നിട്ട് ഹീറോയിനെ മറ്റാരും തിരിച്ചറിയാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോഴേക്കും ആ ഒരാൾ അവിടേക്ക് വരും. അപ്പൊ അയാളോട് ചോദിക്കും, എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ ചോദിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് വില്ലിന് സംഭവിച്ചത്, അവന് ഞാൻ മുന്നറിയിപ്പ് കൊടുക്കാന്ന് വിചാരിച്ചതാണ്. അങ്ങനെ അതിനുവേണ്ടി അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്താണ് അവൻ അവിടെ മരിച്ചെടുക്കുന്നത് ഞാൻ കണ്ടത്. അതുമല്ല, അവിടെ നിന്ന് കിട്ടിയ അവന്റെ ഫോണിൽ അവസാനമായിട്ട് അവൻ മെസ്സേജ് അയച്ചുള്ളത് നിനക്കാണ്. അങ്ങനെയാണെങ്കിൽ അവസാനമായിട്ട് ആ ഒരു വീട്ടിൽ വന്നത് നീയാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ മരിച്ചതിന് ശേഷം ആ ഒരു ശാപം അത് നിനക്കും ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അതുപോലെ തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു. അതുമല്ല, നീ വിചാരിക്കുന്നത് പോലെ ലൂയിസ് സ്വയം അവനെ കൊന്നതല്ല, ആ ഒരു ഡീമനാണ് അവനെ കൊന്നത്. അതുമല്ല, മനുഷ്യന്റെ കണ്ണിലെ ആ ഒരു ഡീമനെ കാണാൻ കഴിയത്തില്ല. ഒരുപക്ഷെ മനുഷ്യൻ അതിനെ കണ്ടാലും അത് മറ്റൊരു മനുഷ്യന്റെ രൂപത്തിലായിരിക്കും. അതുമല്ല, ഒരു ക്രീപ്പി ആയിട്ടുള്ള ചിരി, അതെന്തായാലും നമ്മളെ നോക്കി ചിരിച്ചിരിക്കും. അതേസമയം നമ്മുടെ ഹീറോയിനെ ആ ഒരു പ്രൊഡ്യൂസറും അതേപോലെ തന്നെ ഹീറോയിന്റെ അമ്മയും മാറി മാറിയെ വിളിക്കാണ്. അപ്പോഴാണ് അയാൾ ആ ഒരു ഡീമനെ പറ്റി പറയുന്നത് വേറെ ഒന്നുമല്ല, ആ ഒരു ഡീമൻ ഒരാൾക്കൊരു ശാപം കൊടുക്കും. ആ ഒരു ശാപം അയാളെ വേട്ടയാടി അവസാനം അയാൾ ആരുടെ മുന്നിൽ വെച്ചാണോ മരിക്കുന്നത് ആ ഒരാൾക്ക് ഈ ഒരു ശാപം കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ ഒരാളും വേറെ വഴിയില്ലാതെ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാല് ആ ഒരു മരിച്ച ആളിൽ നിന്ന് ആ ഒരു ശാപം അവന്റെ മുന്നിലുള്ള ആ ഒരാൾക്ക് കിട്ടും. ഇങ്ങനെ ഈ ഒരു ശാപം മാറി മാറി ഓരോ മനുഷ്യരിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് ആ ഒരു ഡീമന് ആവശ്യം. അങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട ആ ഒരു പോലീസുകാരന് ആ ഒരു ശാപം കിട്ടി. അത് കഴിഞ്ഞ് ആ ഒരു പോലീസുകാരൻ മരിക്കുന്നതിന് മുന്നേ അവന്റെ മുന്നിൽ നിന്നത് വില്ലെന്ന് പറഞ്ഞ അവനായിരുന്നു. അപ്പൊ അവൻ ആ ഒരു ശാപം കിട്ടി. അത് കഴിഞ്ഞ് അവൻ നമ്മുടെ ഹീറോയിന്റെ മുന്നിൽ വെച്ച് മരിച്ചപ്പോ ആ ഒരു ശാപം ഹീറോയിനും കിട്ടി. അപ്പൊ നിനക്ക് സംഭവിച്ചതുപോലെ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പേർക്കും സംഭവിച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ ചോദിക്കും, അല്ല നീ എന്തിനാ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കാൻ വരുന്നേ? അപ്പോഴാണ് അവൻ പറയുന്നത്, ഇതിനു മുന്നേ അവന്റെ സഹോദരനും ഈ ഒരു ഡീമൻ ആ ഒരു ശാപം കൊടുത്തിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഈ ഒരു സഹോദരൻ അവരോട് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അന്ന് അവനത് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് അവന്റെ സഹോദരൻ മരിച്ചതിന് ശേഷമാണ് ആ ഒരു കാര്യത്തെ പറ്റി അവൻ കൂടുതലും മനസ്സിലാക്കിയതും മറ്റൊരാൾക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടി അവൻ ഒരുപാട് ട്രൈ ചെയ്തതും അവൻ ഇപ്പോ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതും. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു കാര്യത്തെ പറ്റി നീ പോലീസിനോട് പറഞ്ഞില്ലേ? പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാല് അവരിത് വിശ്വസിക്കുന്നതാണോ? അതൊരു ഡീമനാണ്, ആ ഒരു ഡീമനെ മറ്റാർക്കും കാണാൻ കഴിയത്തില്ല. അങ്ങനെ ഞാൻ
ഞാൻ പറഞ്ഞാലും ഇതെല്ലാം വിശ്വസിക്കാന്നാണോ? പാർട്ട് 1 ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ, ഈ ശാപമുള്ളവര് മറ്റൊരുത്തനെ കൊന്ന് അത് മറ്റൊരുത്തനെ കൊണ്ട് കാണിച്ച് ആ ഒരു ശാപത്തെ അവനിലേക്ക് മാറ്റുക. പക്ഷെ അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് എന്റെ കയ്യിൽ മറ്റൊരു ഐഡിയ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ എന്നെ പറയാണ്. അപ്പൊ ഹീറോ ചോദിക്കാതെ എന്താണെന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നും അല്ലെങ്കിൽ ഒരു ശാപം മാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ശാപം ഏറ്റാള് അയാൾ മരിക്കണം. ഇവൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പോ ഈ ഒരു ശാപം ഏറ്റാള് മറ്റൊരാളുടെ മുന്നിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ശാപം ആ ഒരാളിലേക്ക് മാറത്തുള്ളൂ. പക്ഷെ അതല്ലാതെ അവരുടെ മുന്നിൽ വേറൊരാളില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീമന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കയറാൻ കഴിയത്തില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ കുറച്ച് സെക്കൻഡുകൾ മാത്രം മരിക്കും. അത് അവളുടെ ശരീരത്തിലേക്ക് ഒരു മരുന്ന് കുത്തിവെച്ച് കഴിഞ്ഞാല് കുറച്ച് സെക്കൻഡുകൾ മാത്രം അവൾ മരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് അവളെ ജീവിപ്പിച്ചു കഴിഞ്ഞാല് ആ ഒരു ഡീമന് വേറെ ആരുടെ ശരീരത്തിലേക്ക് കയറാൻ കഴിയത്തില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഹീറോയിന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നല്ല പറഞ്ഞ് അവനെ വഴക്കുറയുമ്പോഴത്തേക്കും ഇവളുടെ ആ ഒരു മുഖം അവൾ ക്ലബിലുള്ള എല്ലാവരും കണ്ട് പെട്ടെന്ന് ഇത് സെലിബ്രിറ്റി ആയിട്ടുള്ള സ്കൈ അല്ലേ എന്ന് പറഞ്ഞു ഓടി അവളുടെ അടുത്തേക്ക് വരാണ് ഓട്ടോഗ്രാഫെല്ലാം വാങ്ങിക്കാനായിട്ട്. പക്ഷെ ഹീറോയിൻ ആണെങ്കിലോ അവരുടെ അടുത്ത് നിന്നും പെട്ടെന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് നേരെ വീട്ടിലേക്ക് തന്നെ വരും. ആകെ നല്ല ദേഷ്യം. അതുപോലെ വീട്ടിലേക്ക് വന്നിട്ട് അവളുടെ മരുന്ന് കഴിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഇപ്പൊ കാണാനില്ല. അങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് അടുത്തുള്ള ഒരു കർട്ടൻ മാറ്റി നോക്കുന്നതും കാണിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ആ ഒരു ക്ലബിൽ അവളെ കണ്ട എല്ലാവരും ആ ഒരു ക്രീപ്പി ആയിട്ടുള്ള ചിരി ഉണ്ടല്ലോ, ആ പേടിപ്പെടുത്തുന്ന ചിരി അവളെ നോക്കി ഇങ്ങനെ ചിരിക്കാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നമ്മുടെ സ്കൈക്ക്. അതുമല്ല ഹീറോയിൻ അവിടെ നിന്ന് പേടിച്ചിട്ട് മറ്റൊരു വശത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ഒരുപാട് പേര് വേറെ വഴിയില്ലാതെ അവള് പെട്ടെന്ന് പേടിച്ച് താഴേക്കൊന്ന് വീണ് എഴഞ്ഞെഴിഞ്ഞ് പോകുമ്പോൾ അവരും പുറകെ വന്നിട്ട് അവളെ പൊക്കിയെടുത്ത് ഒരിടത്തേക്ക് കൊണ്ടുവന്ന് അവളുടെ കണ്ണെല്ലാം കുത്തിപ്പിടിച്ച് അതേപോലെ തന്നെ അവളുടെ വായിനുള്ളിലേക്ക് കൈ ഇങ്ങനെ ഇടിച്ചിറക്കാണ് ആ ഒരു ഡീമൻ. പെട്ടെന്ന് കാണിക്കുമ്പോൾ അവളിപ്പോ മറ്റൊരിടത്താണ്. വേറെ ഒന്നല്ല, ആ ഒരു ആക്സിഡന്റ് നടന്നല്ലോ ആ ഒരു കാര്യം അവളിങ്ങനെ കാണാണ്. കാറിൽ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിനും അവളുടെ കാമുകനും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം വഴക്കിട്ട് പോകുന്ന സമയത്ത് ഹീറോയിൽ പെട്ടെന്ന് അവളാണെങ്കിൽ നല്ല ഡ്രഗ് അടിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിയറിംഗ് പിടിച്ച് വളയ്ക്കുന്ന സമയത്ത് നിയന്ത്രണമില്ലാതെ ഈ ഒരു കാറ് ആ ഒരു മരത്തിലേക്ക് കൊണ്ട് ഇടിക്കുമായിരുന്നു. അങ്ങനെയാണ് അവളുടെ ബോയ് ഫ്രണ്ട് മരിച്ചത്. അങ്ങനെ അതെല്ലാം കണ്ട് പെട്ടെന്ന് കണ്ണു ഓർക്കുമ്പോഴത്തേക്കും അവളുടെ അടുത്ത് അവളുടെ അമ്മ ഇരിക്കുന്നു. എനിക്ക് എന്താ സംഭവിച്ചതെന്നും പറഞ്ഞിട്ട് അവൾ ഇവിടുന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ഡീമനാണ് അവളെ രാത്രി മുഴുവനായിട്ട് ശല്യപ്പെടുത്തിയത്. പക്ഷേ അവളുടെ അമ്മ വന്ന് നോക്കുമ്പോഴത്തേക്കും അവള് ബോധമില്ലാതെ താഴെ കിടക്കുന്നു. അവളുടെ തല അവള് തന്നെ സ്വയം തറയിൽ ഇടിച്ചതുപോലെയല്ല. അതുകൊണ്ട് നമ്മുടെ ഹീറോയിനെ ഇപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചേർത്തിരിക്കുകയാണ്. അപ്പോഴേ ഹീറോയിൻ പറയും പ്ലീസ് അമ്മ എന്റെ ഫോൺ എടുക്ക്, എനിക്ക് ആ ഫോൺ വേണമെന്ന് പറയുമ്പോൾ അവളുടെ അമ്മ പറയും ഇല്ല ഫോൺ ഒന്നും തരാൻ കഴിയത്തില്ല, ഇപ്പൊ നീ എന്തെല്ലാം ഒരു ഷോയ്ക്ക് വേണ്ടി റെഡിയാവും, ഈ ഒരു ഫോൺ ഉള്ളത് കൊണ്ടാണ് നീ പല കാര്യങ്ങളും നല്ലതുപോലെ തന്നെ ചെയ്യാത്തത് എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ഫോൺ വെക്കുമ്പോൾ അമ്മ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ആ ഒരു ഫോൺ എനിക്ക് വേണം, എനിക്കത് ആവശ്യമുണ്ടെന്ന് പറയുന്നതും അതൊന്നും കഴിയത്തില്ല എന്നും പറഞ്ഞ അവളുടെ അമ്മ പെട്ടെന്ന് എഴുന്നേറ്റ് നടന്ന് ആ ഒരു കണ്ണാടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അത് ഇടിച്ച് പൊട്ടിച്ച് അതിനകത്ത് നിന്ന് ഒരു പീസ് എടുത്ത് ഹീറോയിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് അങ്ങനെ 2-3 കുത്ത്. അയ്യോ ഈ ഒരു സീനെല്ലാം എങ്ങനെ കാണിക്കുമെന്നാണ്. ഇതും കൂടി കണ്ട് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടി ആ ഒരു ഡോറിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ എന്തോ ഇടിക്കുന്നുണ്ട്. അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. വേറെ ഒന്നുമല്ല, അവളുടെ കയ്യിൽ ആ ഒരു കണ്ണാടി പീസ് ഇരിക്കുന്നു. അവളുടെ അമ്മയാണെങ്കിൽ കഴുത്തിൽ നിന്ന് രക്തമെല്ലാം പോയിട്ട് അവിടെ മരിച്ചു കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ തന്നെയാണ് അവളുടെ അമ്മയെ കുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ അറിയത്തില്ല, ഭ്രാന്തി പിടിച്ചതുപോലെ ആയിപ്പോയി. എങ്ങനെയെങ്കിലും ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പറ്റുമെന്ന് പറഞ്ഞ് അവളുടെ ഫോണും എടുത്ത് ഒരു ഡ്രസ്സും എടുത്തിട്ട് ഈ രക്തം പറ്റിയത് ആരും അറിയാതിരിക്കാൻ വേണ്ടിട്ടാ എന്നിട്ട് നടന്ന് പതിയെ ഈ ഹോസ്പിറ്റലിന്റെ വെളിയിലേക്ക് പോകാനായിട്ട് വരുന്നതും അതിന് മുന്നേ തന്നെ ആ ഒരു അസിസ്റ്റന്റ് പയ്യൻ പെട്ടെന്ന് അവളെ കണ്ടിട്ടാണ് ചോദിക്കുന്നത് അല്ല എവിടെ നിന്ന് രക്തം എന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ഒരു ഡ്രസ്സ് മാത്രം ഇട്ടിരുന്നല്ലോ, താഴെയിട്ടൊന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രക്തം നല്ലതുപോലെ കാണാൻ കഴിയും. അങ്ങനെ അവിടെയുള്ള എല്ലാവരും ആ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും സെക്യൂരിറ്റി ഉൾപ്പെടെ എല്ലാവരും ഇവളെ പിടിച്ചോണ്ട് പോകാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് ആ ഒരു സെക്യൂരിറ്റി കയ്യിൽ നിന്ന് തോക്ക് എടുത്തിട്ട് എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും കൊല്ലുന്നു പറഞ്ഞ് ആ ഒരു തോക്ക് കാണിച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി അവള് പെട്ടെന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തോ ഒരു പൊട്ടിയ ഗ്ലാസ്സില് പൊട്ടിയ ഒരു കുപ്പിച്ചില്ല് ചവിട്ടി കൊടുക്കും. അതുകൊണ്ട് കാല് മുറിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ അവളുടെ സുഹൃത്തുണ്ടല്ലോ ജമ അവളോടേക്ക് വരും. അപ്പൊ ഹീറോയിൻ പറയും വേറെ ഒന്നും പറയാൻ സമയമില്ല, ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ കേൾക്ക്, പെട്ടെന്ന് കാർ എടുക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് കാർ എടുത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഹീറോയിൻ ആ ബോറിസ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അയാൾക്ക് മെസ്സേജ് അയച്ചിട്ടാണ് ഇതുപോലെ എന്റെ ശരീരത്തിലുള്ള ആ ഒരു ഗോസ്റ്റിനെ എന്തായാലും പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ, ഞാനിപ്പോ എങ്ങോട്ടാ വരേണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ ഒരു ലൊക്കേഷനിൽ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇവര് ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് പോലീസെല്ലാം ഇവരെ ചേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് ഇവര് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ പറയും അല്ല വണ്ടി നിർത്ത്. അപ്പൊ ജമ ചോദിക്കും എന്ത് പറ്റി? അല്ല വണ്ടി നിർത്ത്. ജമ ചോദിക്കും നീ കാര്യം പറയും. വേറൊന്നുമല്ല, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞാൻ കാരണം അപകടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതുപോലെ ഈ ഒരു ശാപം അത് എന്നോട് തന്നെ അവസാനിക്കണം, അത് നിനക്ക് വരെ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് നീ വണ്ടി നിർത്ത്, ഞാൻ പോയിക്കോളാന്ന് പറയുമ്പോൾ ജമ പറയും ഹേയ് അതിനൊന്നും ഒരു കുഴപ്പമില്ല, മരിക്കുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്, നിന്നെ എന്തായാലും തനിയെ വിടത്തില്ല എന്നെല്ലാം പറയുമ്പോൾ എന്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണല്ലേ എന്നെല്ലാം നമ്മൾ വിചാരിക്കുന്ന സമയത്താണ് അടുത്ത ഒരു ടേസ്റ്റ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. എടുത്ത് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, അത് അവളുടെ സുഹൃത്ത് ജമയാണ് ഇപ്പൊ വിളിക്കുന്നത്. അതുമല്ല ആ ഒരു ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെക്കുമ്പോൾ അടുത്ത ടെസ്റ്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹീറോയിൻ ആദ്യമായിട്ടും ജമയോട് സോറി എല്ലാം പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നല്ലോ, അതുപോലെ ഒരു വോയിസ് നോട്ടാണ് അയച്ചിരുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് അവൾ ഇപ്പോഴാണ് എടുത്ത് കണ്ടത്. അപ്പോൾ ജമ പറയും സോറി ഞാൻ ഇപ്പോഴാണ് ആ ഒരു മെസ്സേജ് കണ്ടത്, അതുപോലെ എനിക്കാണെങ്കിൽ നിന്നോട് ദേഷ്യമൊന്നുമില്ല, അതുപോലെ ഞാൻ ഇപ്പോ നാട്ടിലല്ല മറ്റൊരു സ്ഥലത്താണ് എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ പതിയെ അടുത്തിരിക്കുന്ന ആ ഒരു ജമയെ നോക്കുമ്പോ ആഹാ അതും ആ ഒരു ഡീമനായിരുന്നു.
കാണായിരുന്നു. അപ്പോഴേക്കും ഹീറോയിൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ച് അലറി വിളിക്കുന്നതും പെട്ടെന്ന് ഒരു ബ്രേക്ക് സൗണ്ട്. അടുത്തൊരു ടെസ്റ്റ് വേറെ ഒന്നുമല്ല, ഇത്രയും നേരം വണ്ടി ഓടിച്ചിരുന്നത് നമ്മുടെ ഹീറോയിനാണ്. ജെമ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഈ ഒരു സീനിൽ പോലും വന്നിട്ടില്ല. ഇപ്പൊ ഏതാണ് സത്യം ഏതാണ് കള്ളം എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഹീറോയിൻ അയാൾ കാറിൽ നിന്നിറങ്ങി ആ ഒരാളുണ്ടല്ലോ ബോറിസ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് ചെന്നിട്ടാണ് അയാളുടെ കയ്യിൽ തോക്ക് കൊടുത്തിട്ട് ഇത് ഏതെങ്കിലും അവസരത്തിൽ മിസ്സായിട്ട് ഞാൻ നിങ്ങളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും എന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് എന്നെ കൊന്നേക്ക്, ഇത് മറ്റാർക്ക് ഈ ഒരു ശവം പോകരുത് എന്നും പറഞ്ഞ് രണ്ടുപേരും അടുത്തുള്ള റൂമിനകത്തേക്ക് കയറി പോവാണ്. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് അല്ല ഇതേതാ സ്ഥലം, ഈ ഒരു സ്ഥലം മാത്രമേ എനിക്ക് ഇപ്പൊ കിട്ടിയുള്ളൂ, ഇവിടെയാണ് ഫ്രീസ് ചെയ്യാൻ പറ്റിയത്, അല്ല ഇത്രയും വലിയൊരു ഫ്രീസർ എന്തിനാ? ഇതുപോലെ അവര് മരുന്ന് കുത്തിയിട്ട് ഹീറോയിന്റെ ഹൃദയമിടിപ്പ് കുറയ്ക്കാൻ പോവാണ്. അങ്ങനെയാണ് അവൾ മരിക്കുന്നത് പോലെ ആവുന്നത്. അതിനുവേണ്ടി ശരീരത്തിന്റെ ടെമ്പറേച്ചർ കുറയണം, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഫ്രീസർ ആയിട്ടുള്ള സ്ഥലം ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു മരുന്ന് നിന്റെ ശരീരത്തിനുള്ളിൽ കയറ്റി കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് നീ മരിച്ചതുപോലെ ആവും എന്ന് പറയുമ്പോൾ മരിക്കാനായിട്ട് വന്ന ആളാണ് നമ്മുടെ ഹീറോയിൻ. പക്ഷേ ഈ ഒരു ഇഞ്ചക്ഷൻ കാണുമ്പോഴത്തേക്കും അവൾ നല്ലതുപോലെ പേടിച്ചുപോയി. എന്നാലും വേറെ വഴിയില്ല, ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അവള് നേരെ അതിന് മുകളിലേക്ക് ഇങ്ങനെ കയറി കിടക്കാണ്. അപ്പോഴേക്കും അയാൾ ചോദിക്കുന്നുണ്ട് അല്ല സ്കൈ നീ എന്തുകൊണ്ടാണ് ഇത് സമ്മതിച്ചത്? അപ്പൊ ഹീറോയിൻ പറയും ഞാൻ ഒരുപാട് വേദനകൾ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ കാരണം മറ്റൊരുപാട് പേർക്കും വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഡീമൻ അതൊരിക്കലും മറ്റൊരാളുടെ ദേഹത്തേക്ക് കയറരുത്, ഇത് എന്നിലൂടെ തന്നെ അവസാനിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ ഇത് ചെയ്യാൻ പോകുന്നത്. ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് ബോറിസ് വെട്ടുന്ന് അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു ഡോർ അടച്ചങ്ങ് പോവാണ്. ഇപ്പൊ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹീറോയിൻ ആണെങ്കിലും ബോറിസ് നീ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരാണെങ്കിലും ഒന്നും പ്രതികരിക്കുന്നില്ല. അതേസമയം ഹീറോയിന്റെ വയറിലേക്ക് രക്തം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വന്ന് വീഴുന്നു. എന്താണെന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അവളുടെ സുഹൃത്ത് ജമയുണ്ടല്ലോ അവളെ കൊന്ന് മുകളിൽ കെട്ടിവെച്ചേക്കുന്നു. അതുമല്ല ആ ഒരു ശരീരമാണെങ്കിൽ ഹീറോയിന്റെ മുകളിലേക്ക് വീണിട്ട് ഇപ്പൊ ഹീറോയിൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹീറോയിൻ ആയാലും പേടിച്ച് ഒരിടത്തേക്ക് പോയി നിൽക്കുമ്പോൾ അത് പുറകെ വന്ന് അവളുടെ കഴുത്തിലേക്ക് പിടിച്ച് ആ ഒരു ചുമരിലേക്ക് ചാരി നിർത്തിയിട്ട് ഹീറോയിന്റെ വായിലേക്ക് അങ്ങനെ കൈവച്ച് വലിച്ചീറാണ്ട് ഇങ്ങനെ ശ്രമിച്ചിട്ട് അതിന്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്റെ മോനെ വേറെ ലെവലാണ്, അയ്യോ പേടിയാകും. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ അത് കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹീറോയിന്റെ വിശ്വാസം നഷ്ടപ്പെടുന്നതുപോലെ അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അടുത്ത് ആ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ അതിങ്ങനെ കിടക്കുന്നു. ഓക്കെ എന്തായാലും അതെടുത്തില്ലാന്ന് പറഞ്ഞ് അവള് കൈ എത്തി അതിങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നു. അതുമല്ല ഹീറോയിൻ മനസ്സുകൊണ്ട് തന്നെ വിചാരിക്കുന്നുണ്ട് ഇതെല്ലാം എന്റെ തോന്നൽ മാത്രമാണ്, ഞാൻ സ്ട്രോങ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാല് അതിനൊരിക്കലും എന്നെ പേടിപ്പിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് അതിന്റെ കൈയാണെങ്കിൽ ഹീറോയിന്റെ വായിൽ കിടക്കല്ലേ. ഹീറോയിൻ അങ്ങനെ അതിന്റെ ആ ഒരു വിരലുകൾ കടിച്ചെടുത്ത് ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അവളുടെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്താനായിട്ട് വരുമ്പോഴത്തേക്കും അടുത്തൊരു ടെസ്റ്റ് അവളുടെ കയ്യിൽ ആ ഒരു ഇഞ്ചക്ഷൻ കാണുന്നില്ല. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡീമൻ ഇപ്പോ ഹീറോയിനെ നോക്കി ചിരിക്കാണ്. ഹീറോയിൻ ആയാലും പേടിച്ചിട്ട് പതി എഴുന്നേറ്റ് അടുത്തൊരു റൂമിലേക്ക് കയറി പോകുമ്പോൾ ആ ഒരു ഡീമൻ പതി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നിട്ട് ശരി ഇപ്പൊ നിന്റെ ശരീരത്തിനുള്ളിലേക്ക് കയറാനുള്ള സമയമായി എന്ന് പറഞ്ഞ് അവൾ കയറുന്ന ആ ഒരു റൂമിന്റെ ഡോറ് അങ്ങനെ അടയ്ക്കാണ്. ഇപ്പൊ ആ ഒരു ഡോർ തുറക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഉള്ളത് ഈ ഒരു മൂവിയുടെ പകുതിയിൽ വെച്ചിട്ട് ഹീറോയിൻ ഒരു ഡ്രസ്സ് എനിക്ക് വേണ്ട, ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ വയറിന്റെ ഉള്ളിൽ ആ ഒരു മുറിവ് അറിയാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞിരുന്നല്ലോ ആ ഒരു ഡ്രസ്സ് വിട്ട് ഒരു കൂടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അതും ഒരു ഷോ നടക്കുന്ന ആ ഒരു വലിയ സ്റ്റേജ് കാണിക്കുമ്പോഴത്തേക്കും മുന്നിൽ ലക്ഷക്കണക്കിന് ഓഡിയൻസ് ഉണ്ട്. അതിനിടയിൽ അവളുടെ അമ്മ, ആ ഒരു പ്രൊഡ്യൂസർ, ആ ഒരു അസിസ്റ്റന്റ് പയ്യൻ, ഇവരെല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ് നമുക്ക് തരുന്നത്. ഹീറോയിൻ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെ പേടിച്ച് നിൽക്കുമ്പോൾ ഹീറോയിന്റെ മുന്നിലെ അവളെ പോലെ തന്നെ മറ്റൊരു രൂപം അങ്ങനെ നിൽക്കുന്നു. കാണിക്കുമ്പോഴത്തേക്കും അവളുടെ വയറിനുള്ളിലെ ആ ഒരു മുറിവുണ്ടല്ലോ അതെല്ലാം വലിച്ചു കീറി ആ ഒരു വയറിനുള്ളിൽ നിന്നും രണ്ട് കൈകൾ പുറത്തേക്ക് വരുന്നു. അത് വേറെ ഒന്നുമല്ല ആ ഒരു ഡീമനാണ്. അത് മൊത്തമായിട്ടും ആ ഒരു ശരീരത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ രൂപം തന്നെ വല്ലാണ്ടതെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹീറോയിന്റെ മുന്നിലേക്ക് വന്ന് അതിന്റെ രണ്ട് കൈയും വെച്ചിട്ട് അവളുടെ വായിലേക്ക് വെച്ച് ഇങ്ങനെ വലിച്ചു കീറുന്നത് പോലെ ഹീറോയിൻ അങ്ങനെ അലറുന്നതും മറ്റുള്ളവർ ഇത് കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഹീറോയിൻ താഴേക്ക് വീണിട്ട് അവൾക്ക് ശ്വാസം കിട്ടാത്ത രീതിയിൽ അവൾ ബുദ്ധിമുട്ടുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവരും അവളെ രക്ഷിക്കണം പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കാണ്. കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എല്ലാവരും നല്ലതുപോലെ കൈയിടിക്കുന്നു. വേറെ ഒന്നുമല്ല അവളുടെ മുഖം ഇപ്പൊ സ്ക്രീനിലും കാണാം. അതുപോലെ അവൾ നല്ലതുപോലെ ചിരിച്ചിട്ടല്ലേ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് മാത്രമേ അറിയൂ ഇത് ഹീറോയിന്റെ അവസാനത്തെ നിമിഷമാണെന്ന്. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ആ ഒരു മൈക്ക് ഉപയോഗിച്ച് അവളുടെ തലയിലേക്ക് തന്നെ 2-3 തവണ ഇടിച്ചിടിച്ച് സ്കൈ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ആ ഒരു ഡീമൻ നമുക്ക് തരുന്ന ഒരു 1.5 ടെസ്റ്റ്. വേറെ ഒന്നുമല്ല, ആ ഒരു ഡീമന്റെ പ്ലാനേ വേറെ ആയിരുന്നു. സാധാരണ ആ ഒരു ഡീമൻ ഒരാൾക്ക് ആ ഒരു ശാപം കൊടുത്ത് അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കാണുന്നത് ആരാണോ അയാൾക്ക് ആ ഒരു ശാപം കിട്ടും, അങ്ങനെയാണല്ലോ. ഇപ്പോ ഇവിടെ നമ്മുടെ ഹീറോയിൻ മരിക്കുന്ന സമയത്ത് ഹീറോയിനെ കണ്ടിട്ടുള്ളത് ഇവിടെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ശാപം ലക്ഷക്കണക്കിന് ആളുകളുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അത് തന്നെയായിരുന്നു ആ ഒരു ഡീമന്റെ പ്ലാനും. അതിനു വേണ്ടിയിട്ടാണ് ഹീറോയിൻ ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി പങ്കെടുക്കാനായിട്ട് നിന്നല്ലോ. ആ ഒരു സമയം മുതൽ ഇവിടെ വരെ കണ്ട മിക്ക കാര്യങ്ങളും അത് ആ ഒരു ഡീമൻ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഹീറോയിനെ കൊണ്ട് കാണിച്ചതാണ്. കാരണം അങ്ങനെയെല്ലാം കണ്ട അവസാനം അവളായിട്ട് തന്നെ മരണപ്പെടാൻ വേണ്ടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൾ ആ ഒരു ഷോയിൽ നടത്തി ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉള്ളിലേക്ക് ഈ ഒരു ശാപം അല്ലെങ്കിൽ ഈ ഒരു ഡീമനെ കയറി എല്ലാവരെയും കൊല്ലാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി ഈ ഒരു ഡീമൻ ഇട്ട പ്ലാൻ ആയിരുന്നു ഇത്. അതെന്തായാലും സക്സസ് ആയി എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പൊ ഈ ഒരു ലക്ഷക്കണക്കിന് ആളുകൾക്കും ആ ഒരു ശാപം കിട്ടി. അവരെല്ലാവരും മരിക്കാൻ പോകുന്നെന്ന് കാണിച്ചുകൊണ്ട് സ്മൈൽ എന്ന് പറഞ്ഞ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.